നമസ്കാരം. ന്യൂസിലേക്ക് സ്വാഗതം. കേരള ജനതയുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാധാരണക്കാരന്റെ ജീവിത സാഹചര്യങ്ങളിലേക്കിറങ്ങി അവരെ ചേർത്ത് നിർത്തുന്ന, അവർക്ക് താങ്ങായി മാറിയ പ്രിയപ്പെട്ടവൻ. അദ്ദേഹം വിടവാങ്ങിയിട്ട് ഒരു വർഷം പൂർത്തിയാകുന്ന വേളയിൽ സ്മൃതി സംഘവും ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ പ്രവർത്തന ഉദ്ഘാടനവും കുളത്തൂപ്പുഴയിൽ സംഘടിപ്പിച്ചു. അഞ്ചൽ ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഫൈസൽ അധ്യക്ഷത വഹിച്ചു. ദളിത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സി സുഭിലാഷ് കുമാർ ഉദ്ഘാടനവും ചെയ്തു. DCC ജനറൽ സെക്രട്ടറി SC സഞ്ജയ് ഖാൻ, കുളത്തൂപ്പുഴ വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് KK കുര്യൻ, പാർട്ടി നേതാക്കളായ ശിവകുമാർ, ജോസഫ്, പ്രിൻസ് ഇടമൺ, തങ്കപ്പൻ കാണി, സൈനം BV തുടങ്ങിയവർ സംസാരിച്ചു. ഒന്നാം വാർഷികം ആചരിക്കുന്ന ഈ മാസം അദ്ദേഹത്തിന്റെ വേളയിൽ നമ്മുടെ നാട്ടിൽ ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സഹജീവികളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ ദുഃഖങ്ങളിലും സന്തോഷങ്ങളിലും എല്ലാം പങ്കുചേർന്നുകൊണ്ട് അവരെല്ലാം നമ്മുടെ കൂട്ടത്തിൽ ചേർത്ത് നിർത്തുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടി, അതിലുപരി കിടപ്പ് രോഗികൾ, മറ്റ് രോഗങ്ങൾ ബാധിച്ച അനവധി മനുഷ്യർക്ക് സഹായമേകുന്ന തരത്തിലേക്ക് ഒരു ജീവകാരുണ്യ ട്രസ്റ്റ് എന്ന തരത്തിലേക്കാണ് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ എന്ന പേരിൽ ഇന്നൊരു പുതിയ സംഘടന രൂപീകരിക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു കാര്യവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇന്ന് ഈ മീറ്റിംഗ് കൂടിയിട്ടുള്ളത്. അതിനൊരു കാരണം എന്ന് പറയുന്നത്, നമ്മുടെ കേരള സംസ്ഥാനത്തിലും ഇന്ത്യൻ രാഷ്ട്രത്തിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്നേഹത്തിന്റെയും കരുതലിന്റെയും കാവലിന്റെയും കാരുണ്യത്തിന്റെയും സ്പർശമായിരുന്ന ബഹുമാന്യനായ അന്തരിച്ചുപോയ നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറ്, അദ്ദേഹം ഇന്ന് മരണപ്പെട്ടു പോയിട്ട് നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് ജൂലൈ 18 തീയതി ഒരു വർഷം തികയാണ്. ആ മനുഷ്യൻ കാണിച്ചു തന്ന സഹജീവികളോടുള്ള സ്നേഹവും കരുണയും കാരുണ്യവും ഒക്കെ നമ്മൾ നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം എന്ന കാഴ്ചപ്പാടോടുകൂടി KPCC കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പുതിയ നിർദ്ദേശങ്ങളും സർക്കുലറുകളും ഇറക്കിയിരിക്കുകയാണ്. കൂടുതൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർ കൂടുതൽ ജനങ്ങളോട് ഇടപെടണമെന്നും ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടണമെന്നും കാരുണ്യ മേഖലയിൽ, അതായത് ചാരിറ്റിയുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ദൈനംദിന ജീവിതങ്ങളിൽ ഇടപെടണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് KPCC ഒരു സർക്കുലർ കത്ത് നമുക്ക് നൽകുകയുണ്ടായി. എന്നാൽ അതിനൊക്കെ വളരെ കാലം മുമ്പ് തന്നെ ഇവിടെ സഞ്ജയ് ഖാൻ ആയിരുന്നാലും നമ്മളൊക്കെ ആയിരുന്നാലും ഈ കാരുണ്യത്തിന്റെയും സഹജീവി സ്നേഹത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയത്തിന് ബദലായി യൂത്ത് കെയറിന്റെ ഭാഗമായി ഒക്കെ നമ്മൾ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ചോഴിയക്കോട് സലീമൊക്കെ അടക്കമുള്ള, ഭദ്രേണ്ണൻ അടക്കമുള്ള, രാജ്യത്തടക്കമുള്ള ആളുകൾ എല്ലാ മേഖലകളിലും, ലിജോരാജനായാലും ഷമീറായാലും എല്ലാവരും ഈ നിർദ്ദേശങ്ങളൊക്കെ വരുന്നതിന് മുമ്പേ നമ്മൾ ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഉമ്മൻചാണ്ടി സാറിനെയാണ് ഞാൻ മാതൃകയാക്കാൻ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഉമ്മൻചാണ്ടി സാറിനെ മാതൃകയാക്കുന്നു എന്ന് പറയുമ്പോൾ ആ അനശ്വരനായ വ്യക്തിയുടെ ഓർമ്മ പുതുക്കുന്ന ദിവസം കുളത്തൂപ്പുഴയിൽ ഇങ്ങനെ ഒരു അദ്ദേഹത്തിന്റെ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ രൂപീകരിക്കുമ്പോൾ അതിലധികം സന്തോഷത്തോടു കൂടി ഞാൻ പങ്കെടുക്കുകയും അതിലൂടെ വിഷമത്തോടു കൂടി ഇരിക്കുകയും ചെയ്യുന്നത് ആ മനുഷ്യൻ ജീവിച്ചിരുന്നെങ്കിൽ എന്നുള്ള ഒരു ഓർമ്മയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ശരീരം മാത്രമേ നമ്മൾ വിട്ടുപിരിഞ്ഞിട്ടുള്ളൂ. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നമ്മളെ നയിക്കുകയാണ് എന്ന ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞാനൊക്കെ ജീവിക്കുന്നത്. അവിടെ ഞാൻ ഉമ്മൻചാണ്ടി സാറിനെ മാതൃകയാക്കുന്നു എന്ന് പറഞ്ഞത്, നമ്മളെല്ലാവരും ദൈവവിശ്വാസികളാണ്. ദൈവത്തിനോട് നമ്മൾ പ്രാർത്ഥിക്കും, മരിച്ചു കഴിഞ്ഞാൽ എന്നെ സ്വർഗത്തിൽ വിടണേ എന്ന പ്രാർത്ഥനയാണ് നമുക്കെല്ലാവർക്കും ഉള്ളത്. ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കില്ല. പക്ഷേ രാത്രിയായാലും ദേവാലയങ്ങളിൽ പോയാലും നമ്മൾ പ്രാർത്ഥിക്കും, എന്നെ സ്വർഗത്തിലാക്കണേ ദൈവമേ. അത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് ദൈവം തീരുമാനിക്കുന്നത്. അതുകൊണ്ട് മരിച്ചു കഴിഞ്ഞ് സ്വർഗത്തിൽ പോകാതെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ പോകാനുള്ള പ്രവർത്തനങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മനുഷ്യരും ഏറ്റെടുക്കണമെന്നാണ് എനിക്ക് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്. അത്തരത്തിൽ ഏറ്റെടുക്കാൻ തീരുമാനിച്ചാൽ, ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരാളിനെ മാതൃകയാക്കിയാൽ, അതൊരു പാഠപുസ്തകമായി കണ്ടാൽ, ആ പാഠപുസ്തകത്തിൽ വായിക്കുന്ന ഓരോ പേജുകളും ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളായിരിക്കും. ആ പാഠപുസ്തകം പഠിക്കുന്ന, ഉമ്മൻചാണ്ടി എന്ന പാഠപുസ്തകം പഠിക്കുന്ന, ആ പുസ്തകത്തിലെ പേജുകളിലെ അക്ഷരങ്ങൾ പഠിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും വേർതിരിവ് കാണിക്കാൻ കഴിയില്ല. അതിനതീതമായി ജനങ്ങളെ സഹായിക്കുകയും സന്നദ്ധ പ്രവർത്തനങ്ങൾക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്നവരായി, മാതൃകാ രാഷ്ട്രീയ പ്രവർത്തകരായി മാറുന്ന ഒരു സ്ഥിതി ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകാൻ ഉമ്മൻചാണ്ടി എന്ന പാഠപുസ്തകം പഠിച്ചുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും അത് മാതൃകയാക്കണം എന്നാണ് ഈ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ
ഉദ്ഘാടന വേളയിൽ പങ്കെടുത്തുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കുളത്തൂപ്പുഴ പഞ്ചായത്തിലെ സാധാരണക്കാർക്കും നിർധനരായ രോഗികൾക്കും ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ താങ്ങായും തണലായും കൂടെ ഉണ്ടാകുമെന്ന് സംഘാടകർ അറിയിച്ചു. ന്യൂസിന് വേണ്ടി റിപ്പോർട്ടർ ശരത്ത് കുളത്തൂപ്പുഴ.